നമസ്കാരം. ഈ പെൺകുട്ടിയെ കണ്ടില്ലേ? ഷിബില. നമുക്കൊക്കെ ഇന്ന് ചർച്ച ചെയ്യാൻ കിട്ടിയ ഒരു ഇര. ഇപ്പൊ കേരളത്തിലെ ജയിലുകൾ ഇതുപോലെയുള്ള ദുഷ്ടമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണല്ലോ. ഇവരെയൊക്കെ വേട്ടയാടിയതിനു ശേഷം ജയിലിൽ പോയി കിടക്കുകയാണ് കുറേ ദുഷ്ടമൃഗങ്ങൾ. ഏതായാലും ഒരു 2-3 മാസം കൊണ്ട് കേരളത്തിലെ ജയിലുകൾ നിറഞ്ഞു. ഇനിയും അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് സജ്ജരായിട്ടിരിക്കുന്ന കുറേ മൃഗങ്ങളും കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഇനി എത്ര പേര് ഇരയാക്കപ്പെടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരേ ഒരു പ്രാർത്ഥനയുള്ളത്, ആ ദുഷ്ടമൃഗങ്ങളെ വെളിയിലേക്ക് ഇറക്കി വിടാതിരുന്നാൽ മതി. അവിടെ തന്നെ ഇരുന്നോട്ടെ. നമ്മളാണല്ലോ തീറ്റി പോറ്റുന്നത്. അവിടെ തന്നെ ആ 4 ചുവരുകൾക്കുള്ളിൽ അവർ തിന്നും കുടിച്ചു അവിടെ തന്നെ ജീവിക്കട്ടെ. പുറത്തേക്ക് ഇറക്കി വിടരുത്. ഭയം കൊണ്ട് പറയുവാണ്, പുറത്തേക്ക് ഇറക്കി വിടരുത്. ഇവിടെ തന്നെ ഈ പെങ്കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. കാരണം പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. യാസറുമായിട്ട് ഒരു ജീവിതം സ്വപ്നം കണ്ട് മാതാപിതാക്കളെയും എതിർത്ത് മാതാപിതാക്കളുടെ വാക്ക് ധിക്കരിച്ചിട്ട് യാസറിനൊപ്പം ഇറങ്ങിപ്പോയി. കോടതി വരെ ചെന്നതാണ്. അവസാനം യാസറുമായിട്ട് വിവാഹം കഴിഞ്ഞു. യാസറിൻ്റെ കുടുംബം അതിനോട് സമ്മതിച്ചു. പിന്നീട് കുഞ്ഞുണ്ടായി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ യാസീറിന് ഷിബിലയെക്കാട്ടിലും സ്വന്തം മകളെക്കാട്ടിലും ഒക്കെ വലുത് യാസറിൻ്റെ കൂട്ടുകെട്ടുകളും പിന്നെ യാസർ ഉപയോഗിക്കുന്ന വസ്തുക്കളുമായി. പ്രണയം ഷിഫ്റ്റ് ചെയ്തു. പ്രണയം പിന്നെ വേറെ പല വസ്തുക്കളോടുമായി യാസറിന്. അതോടുകൂടിയിട്ട് വീട്ടിൽ പ്രശ്നമായി. ഷിബിലയ്ക്ക് അംഗീകരിക്കാൻ പറ്റാതെയായി. ഇവനെ കണ്ടോ? ആഷിഖ്. 2 മാസം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. നിങ്ങൾ മറന്നു കാണില്ല. ഇവനിലൂടെയാണ് ഈ സംഭവങ്ങൾക്കൊക്കെ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഇൻസിഡന്റുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തുടക്കത്തിലെ കണ്ണിയാണ് ഇവൻ. അപ്പൊ ഇവന്റെ ഉറ്റ സുഹൃത്താണ് യാസർ. ഇവരെല്ലാം ഒരു ഗ്യാങ് ആണ്. ഗ്യാങ് ആയിട്ടിരുന്നാണ് ഈ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ബോധം ക്ഷയിച്ച് സ്വന്തം ഭാര്യയോടോ മകളോടോ ഒന്നും ഒരു സ്നേഹവും ഇല്ലാതെയായി. അപ്പൊ ഈ ആഷിക്കിന്റെ സംഭവം ഉണ്ടായതിനു ശേഷം ഷിബില ഭയങ്കരമായിട്ട് എതിർക്കാൻ തുടങ്ങി. ഈ കൂട്ടുകെട്ടുകളും ഇത്തരം വസ്തുക്കളുടെ ഉപയോഗവും ഒക്കെ ഷിബില നന്നായിട്ട് എതിർക്കാൻ തുടങ്ങിയതോടു കൂടിയിട്ടാണ് ഇവർ തമ്മിൽ പ്രശ്നം തുടങ്ങുന്നത്. അതോടുകൂടിയിട്ട് പിണങ്ങി ഷിബില വീട്ടിലേക്ക് വന്നു നിന്നു. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഷിബിലയുടെ ഉപ്പയും ഉമ്മയും തിരിച്ചയച്ചില്ല ഷിബിലയെ. കാരണം അവർക്ക് പേടി കാണില്ലേ. പക്ഷെ ഇപ്പം യാസറിന്റെ മാതാപിതാക്കളായിക്കോട്ടെ യാസർ ആയിക്കോട്ടെ കുറ്റപ്പെടുത്തുന്നത് ഷിബിലയുടെ അച്ഛനെയും അമ്മയാണ്. ഷിബിലയുടെ അച്ഛനും അമ്മയും കാരണമാണ് ഷിബില തിരിച്ചു വരാതിരുന്നത്. യാസറിന്റെ ഉമ്മ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ തിങ്കളാഴ്ച ചെന്നപ്പം ബാപ്പ കൂടെ പോരാൻ പോകുന്നപ്പം ബാപ്പ പറഞ്ഞ പോലെ പിന്നെ ഓൻ്റെ കൂടെ ഇപ്പോൾ പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരരുതെന്ന്. അപ്പോൾ ഓക്ക് പേടിയായല്ലേ. അപ്പോൾ ഓൻ പറഞ്ഞ പോലെ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഓൾ അങ്ങനെ പറയും. ഓള് പോരാൻ കാര്യം നിങ്ങൾ എന്തിനാ തടസ്സം ചെയ്യുന്നത്? ഞാൻ ഓളിക്കുമായിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. പിന്നെ അത് എന്തിനാ അങ്ങനെ തടസ്സം ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഓക്ക് അങ്ങനെ പോരാൻ പറ്റായിട്ട് ഓള് പോരുന്നില്ല. എന്നാണ് മുമ്പ് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് അവിടെ വന്ന് കിടന്ന് കരഞ്ഞിട്ട് പറഞ്ഞ് ബാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓളോട് പറഞ്ഞു. ഞാൻ ഓളെ കയ്യും കാലും പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത്രയും ഇവിടുന്ന് നമ്മൾ പറഞ്ഞു ആടുന്ന് പറഞ്ഞിട്ട് ഓള് പോരാൻ തയ്യാറുള്ള ഓനെന്തിനെങ്ങനെ നിർത്തും. 2-3 പോക്ക് വേം പോയപ്പോൾ ഓള് പോരാന്ന് പറയുന്നുണ്ട്. വാപ്പ എങ്ങനെയാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വീട്ടിലേക്ക് പോകണ്ട, കുറച്ചാടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതാ. അത് ഓനും ചോദിക്കുന്നത് എന്താണ് ഒക്കത്തിൽ പെട്ടെന്ന് മാറിയത്. ഞാൻ ഓളെ ഇതുവരെ ഒന്നും ചെയ്യാനെന്താ കാരണം ഞങ്ങൾക്ക് ഓർമ്മയില്ല. കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പള്ളി കമ്മിറ്റിയിലും പിന്നെ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞിട്ട് 1 മാസത്തേക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓനങ്ങോട്ട് വിട്ടിയില്ല. അന്നപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞ പോലെ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് ഓനോട് കൊണ്ടു കൊടുക്കാൻ പറയും. അവൻ്റെ വാപ്പക്കാണ് പ്രശ്നം, അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. ഓള് പോരൂ, അതിനെ കൊണ്ട് ഓനെ രേഖ എടുത്ത് കൊടുക്കാൻ പറയുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാവിലെ എന്നോട് പറയുന്നത്. ഞാൻ ഇത് കൊണ്ടു കൊടുക്കട്ടെ. മെനിയാന്ന് പോയപ്പോൾ ഓല് പറഞ്ഞു നോമ്പ് വന്നിട്ട് വാ ഓള് വിടല്ലാന്ന്. പിന്നെ ഇന്നലെ പെട്ടെന്ന് പിരിയണം എന്നൊക്കെ രീതിയിലേക്ക് വന്നതായിരിക്കും. അയക്കൂ, അവന് വരുന്നില്ല എന്ന് ഓന് തോന്നി അയക്കൂ, എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ഇതും പറഞ്ഞാൽ പോയത്. പിന്നെ ഓന് SLC ബുക്ക് കൊണ്ടു കൊടുത്തപ്പോൾ ഓളോട് മോള് പോരാന്നറിയപ്പോൾ മോളെ ആ ഉമ്മ സംസാരിക്കുന്നത് കേട്ടില്ലേ? എങ്ങനെയൊക്കെ മകനെ ന്യായീകരിക്കാമോ അങ്ങനെയൊക്കെ ഉമ്മ ന്യായീകരിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നവും ഷിബിലയുടെ അച്ഛൻ്റെതാണ്. അച്ഛൻ ഷിബിലയെ തിരിച്ചുവിട്ടില്ല. അങ്ങനെ തിരിച്ചുവിടാതായപ്പോൾ മകന് ദേഷ്യമായി. അതിൻ്റെ പേരിലാണ് മകൻ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെയാണ് ഉമ്മ പറഞ്ഞു വെക്കുന്നത്. ആ അച്ഛൻ എങ്ങനെ തിരിച്ചുവിടും? ആ അച്ഛൻ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനും കാണുന്നതാണ്. ഇവന്റെ തന്നെ സുഹൃത്ത് വലിയൊരു തെറ്റ് ചെയ്തത് ആ അച്ഛൻ കാണുന്നതാണ്. സ്വന്തം മകൾക്ക് ആ ഗതി വരരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം ആ അച്ഛൻ മകളെ തിരിച്ചയക്കാതിരുന്നത്. എങ്ങനെ തിരിച്ചയക്കും? ഇത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവന്മാര് നന്നായിക്കോളാം എന്ന് കാല് പിടിച്ച് കരഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവന്മാരൊന്നും നന്നാവത്തില്ല. അതാണ് സത്യം. എങ്ങനെ നന്നാവാൻ പറ്റും? നന്നാവാൻ ആ കൂട്ടുകെട്ടുകൾ സമ്മതിക്കത്തില്ലല്ലോ. സ്വയം നന്നാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും കൂട്ടുകാർ സമ്മതിക്കത്തില്ല. നന്നാവാൻ പോകുന്നില്ല. ഒരിക്കൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിരന്തരം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും.
ഉമ്മ ന്യായീകരിക്കുവാണ്. ഇത്രയും ഡീറ്റെയിൽസ് ഉമ്മയ്ക്ക് അറിയാം. ഇത്രയും ഡീറ്റെയിൽസ് ഉമ്മയ്ക്ക് അറിയാമായിട്ടും സ്വന്തം മകൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉമ്മയ്ക്ക് അറിയത്തില്ല. അത് ഉമ്മ പറഞ്ഞിട്ടില്ല കേട്ടോ. ഉമ്മ ന്യായീകരിക്കുകയാണ്, മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ. ഇതേപോലെയാണ് അഫാന്റെ ഉമ്മ. മാക്സിമം മകനെ ഡിഫെൻഡ് ചെയ്തു. എൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കി തരണേ എന്ന് ആ ഉമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഉമ്മയോട് സഹതാപമല്ല തോന്നിയത്, പുച്ഛമാണ് തോന്നിയത്. എന്തുകൊണ്ടാണ് അമ്മമാർ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത് മക്കളെ? നമ്മൾ പ്രസവിച്ച മക്കളായിരിക്കാം, പക്ഷെ എന്ന് പറഞ്ഞാലും മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ ന്യായീകരിക്കരുത്. പ്രത്യേകിച്ച് ഇത്തരം വസ്തുക്കളൊക്കെ ഉപയോഗം മക്കൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, ചീത്തയായിട്ടുള്ള കൂട്ടുകെട്ടുകൾ മക്കൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുമ്പിൽ എത്തിക്കണം. കാരണം എത്ര പറഞ്ഞാലും അവർ മനസ്സിലാക്കാൻ പോകുന്നില്ല. കാരണം മനസ്സിലാക്കാൻ അവർക്ക് പറ്റത്തില്ല. അതേസമയം എത്രയും പെട്ടെന്ന് നിയമത്തിന് മുമ്പിൽ അവരെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു സെന്ററിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് അവരെ രക്ഷിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഇൻഫ്ലുവൻസിലിരിക്കുന്ന മക്കള് നന്നായിക്കോളും, അവർ പിന്നെ നല്ല വ്യക്തികളായിട്ട് മാറിക്കോളൂ എന്ന് സ്വയം വിചാരിച്ച് സമാധാനിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവരെ ന്യായീകരിക്കാതിരിക്കുക. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കുക. യാസിർ സ്വന്തം മകളെക്കുറിച്ച് പോലും ആലോചിച്ചില്ല. 3 വയസ്സേ ഉള്ളൂ. അവള് ഇനി നാളെ അമ്മയെ ചോദിക്കുമ്പോൾ ആര് കൊടുക്കും അമ്മേ? ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇനി ഇവന്റെ ഒപ്പം വിടാൻ പറ്റുമോ? ഇവന്റെ മാതാപിതാക്കൾക്കൊപ്പം ആ കൊച്ചിനെ വിടാൻ പറ്റുമോ? വിടാൻ പറ്റത്തില്ല. ഇവന്റെ ഒപ്പം എന്ത് വിശ്വസിച്ച് ആ കൊച്ചിനെ വിടും? ഇവനൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ പുറത്തിറങ്ങും. പുറത്തിറങ്ങാതൊന്നും ഇരിക്കത്തില്ല. കാരണം എത്രന്ന് വെച്ചാൽ ഈ മൃഗങ്ങളെയൊക്കെ ജയിലിലിട്ട് തീറ്റിപ്പോരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പോലും ശല്യം സഹിക്കാൻ പറ്റാതെ വെള്ളിയിലേക്ക് ഇറക്കി വിടും. അതാണ് സത്യം. വെള്ളിയിൽ ഇനിയും കുറേ മൃഗങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ പോക്കിത് എങ്ങോട്ടാണ്? ഇത്രയും നാളും ഒരു പരിപാടിയും കാണിക്കാതെ, ഒന്നും അന്വേഷിക്കാതെ ഈ സ്ഥിതി ഇത്രയും വഷളാക്കിയത് നമ്മളുടെ ഗവൺമെൻറ്റാണ്. ഉള്ളത് പറയണമല്ലോ, 10 വർഷങ്ങൾക്കിടയിലാണ് ഇത്രയും സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇത്രയധികം വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ കൂടിയത് ആര് കാരണമാണ്? എന്നിട്ട് ഇപ്പം അന്വേഷണമാണ്. നാടുനീളെ നടക്കുകയാണ്. പോലീസുകാരെ വിട്ട് നാടുനീളെ നടത്തുകയാണ്, അന്വേഷണം നടത്തുകയാണ്, റെയ്ഡ് നടത്തുകയാണ്. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇപ്പം ഈ അന്വേഷണം നടത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതൊക്കെ തുടങ്ങിയ സമയത്തെ തന്നെ ഇത് നിയന്ത്രിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും വഷളാവത്തില്ലായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ. നാളെ നേരം വെളുക്കുമ്പോൾ ഷിബിലയെ പോലെ വേറൊരു ഇരയും കൂടി നമുക്ക് കിട്ടും ഇതുപോലെ ചർച്ച ചെയ്യാൻ. അങ്ങനെ ഇപ്പം എത്ര ഇരകളായി. 2025 തുടങ്ങിയ പിന്നെ ജനുവരി മാസം 1-ാം തീയതി തൊട്ട് ഇന്ന് വരെ എത്ര ഇരകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, എത്ര വേട്ടക്കാരെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതിനൊരു അവസാനം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസവും കൂടി വരുവാണ്. ഓരോ ദിവസവും പുതിയ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. എന്നിട്ടും ഇപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം, നേതാക്കന്മാർ. അവർക്കൊന്നും അറിയണ്ടല്ലോ. അവർ കണ്ണടച്ചിരുന്നത് കൊണ്ടാണ് ഇത്രയും ഈ സ്ഥിതി വഷളായത് എന്ന് അവർക്ക് അറിയണ്ട. ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇറങ്ങുന്ന സിനിമയുടെ മണ്ടയ്ക്ക് പഴി ചാർത്തുന്നു. സിനിമ കാരണമാണ്, TV സീരീസുകൾ കാരണമാണ്, അത് കാരണമാണ്, ഇത് കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതിൻ്റെ മണ്ടയ്ക്കും പഴി ചാർത്തി കഴിഞ്ഞാൽ ഇവരുടെ ജോലി കഴിഞ്ഞു അതോടുകൂടി.